ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. ഞാനിപ്പോൾ കുറച്ച് നാളിന് മുമ്പ്, അതായത് ഈ ലാസ്റ്റ് എലിസബത്ത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അവസാനമിട്ട വീഡിയോയുടെ താഴെ വന്ന ആ ഒരു കമൻറ്റ് ബോക്സ്, അതിൻ്റെ ഏറ്റവും താഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കമൻറ്റ് അടക്കം, പിന്നെ അതിനുശേഷം വന്നിട്ടുള്ള അനവധി വിഷയങ്ങളുമായിട്ട് സംസാരിച്ച വിഷയങ്ങളുടെ വീഡിയോസ് അടക്കം എല്ലാത്തിലും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു കമൻറ്റാണ്, ഈ ഒരു വിഷയം നിങ്ങൾ വിട്ടോ, എന്താ നിങ്ങൾ ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാത്തത്? ഞാൻ പറഞ്ഞു ഒരു വ്യക്തമായ ഒരു അപ്ഡേറ്റ് കിട്ടാതെ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യത്തില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഒരുപാട് പേർ ഇപ്പോഴും നമ്മുടെ ചാനൽ കാണുന്നതിനകത്ത് മെജോറിറ്റി ഒരുപാട് ആൾക്കാർ ഈ എലിസബത്തിൻ്റെ ഒരു അപ്ഡേറ്റ് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടാണെന്ന് തോന്നുന്നു. അവരതിൻ്റെ കമൻറ്റുകൾ കണ്ടാൽ എനിക്കത് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പലരുടെയും ചോദ്യം ഇതായിരുന്നു, എലിസബത്തിൻ്റെ വിഷയത്തിൽ ഒന്ന് ഈ കൂറ് മാറിയോ മൂപ്പൻ? അതായത് നമ്മൾ ഈ പറഞ്ഞ പരിപാടിയിൽ നിന്നൊക്കെ മാറി വ്യതിചലിച്ചിട്ട് ഈ ഒരു വിഷയം വിട്ടിട്ട് മറ്റു വിഷയങ്ങളുടെ പുറകെ പോയതാണോ? അല്ല, ഈ ചെയ്യാൻ പേടിയാണോ? ഇനി മറ്റേ ഗുണ്ടാഭീഷണി, വധഭീഷണി, കൊല്ലും എടുക്കും, മറ്റത് മറിച്ചത്, വെടിയുണ്ട അവിടെ വെടിയുണ്ട, ഇതെല്ലാം പേടിച്ചിട്ട് നിർത്തിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലാ കമൻറ്റ് ബോക്സുകളിലും, മിക്കവാറും എല്ലാ കമൻറ്റ് ബോക്സ്, ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ കമൻറ്റ് ബോക്സ് അടക്കം വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എലിസബത്തിൻ്റെ വിഷയം ഞാൻ എങ്ങും വിട്ടിട്ടില്ല. അതിൽ ചിലർക്കെങ്കിലും ഞാൻ കാണുന്ന കമൻറ്റിന് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. എലിസബത്തിൻ്റെ വിഷയം ഞാൻ സംസാരിക്കുന്നത് നിർത്തിയിട്ടില്ല. ഇത് ദയവായി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ സംസാരിക്കുന്നത് നിർത്തിയിട്ടില്ല, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തുമില്ല. എൻ്റെ മുമ്പിലേക്ക് ഒരു വ്യക്തമായ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ട് ഞാൻ പറയാമെന്നാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. എങ്കിലും നിങ്ങളടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. മെജോറിറ്റി ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഈ കണ്ടുകൊണ്ടിരുന്ന മെജോറിറ്റി ആൾക്കാർക്കും ആവശ്യമെന്നുള്ള കാര്യം ജസ്റ്റിസ് എന്നുള്ള കാര്യം വേണം. ജസ്റ്റിസ് ആക്കപ്പെടണം. എലിസബത്ത് എന്നുള്ളൊരു ലേഡിക്ക് കിട്ടേണ്ട നീതി നടപ്പിലാക്കപ്പെടണം. ആ കുടുംബത്തിനും എലിസബത്തിനുള്ള ഭയം മാറണം. അപ്പം ഇതിനകത്തൊരു നീതി നടപ്പിലാക്കപ്പെടണം എന്നുള്ള കാര്യം തന്നെയാണ് നിങ്ങളെപ്പോലെ ഞാനും എല്ലാ ആൾക്കാരും അതിന് തന്നെയാണ് പൂർണ്ണമായിട്ടും ഉറച്ചു നിൽക്കുന്നതും. അതിനുവേണ്ടി തന്നെയാണ് അവരുടെ കൂടെ നിൽക്കും എന്ന് നമ്മൾ പറഞ്ഞതും. അത് വെറുതെ പറഞ്ഞിട്ട് പോയതോ വെറുതെ എന്തെങ്കിലും ബ്ലാ പറഞ്ഞിട്ട് പോയതൊന്നും അല്ല. അത് അറിയാമെന്നുള്ളവർക്കും അറിയാം. അപ്പോൾ എലിസബത്തിൻ്റെ ഈ ഒരു വിഷയം നല്ല വഴിക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് എന്താണോ ഈ ജനങ്ങൾ അല്ലെങ്കിൽ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു വിഷയത്തിനെ ഉറ്റുനോക്കുന്ന ആൾക്കാർ എന്താണോ പ്രതീക്ഷ അർപ്പിച്ചിട്ട് ചില നീതി നടപ്പിലാക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് ചില വഴികൾ, ചില രീതികൾ എന്നൊക്കെ പറഞ്ഞോ, ആ വഴിയിലേക്ക് തന്നെ നീങ്ങുന്നു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം ഇവിടെ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നു. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങൾ ചോദിക്കും, അതെന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ, ഇതിൽ കൂടുതലൊക്കെ പറയാത്തെന്താ? അത് നിങ്ങളറിയും. ഞാനതാ പറഞ്ഞേ, നിങ്ങൾ അറിയാത്തൊരു കാര്യമൊന്നുമല്ല. നിങ്ങളെല്ലാം വ്യക്തമായിട്ടും വളരെ പെട്ടെന്ന്, കാരണം എനിക്ക് എൻ്റെ ചോദ്യങ്ങളുടെ മുമ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ പ്രേക്ഷകരോടാണ്, അഥവാ എന്നെ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിനോടാണ്. ഞാൻ അവരെ എന്നിലൊരു വിശ്വാസം അർപ്പിച്ചിട്ടൊരു കാര്യം നിങ്ങൾ എന്താ ഇതിനെക്കുറിച്ച് മറുപടി പറയാം? നിരന്തരം ചോദിക്കുന്ന സമയത്ത് ഇഗ്നോർ ചെയ്ത് ഒരു അപ്ഡേറ്റ് വരട്ടെ, അപ്പം ഞാൻ നിങ്ങളടുത്ത് പറയാമെന്ന് പറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ കൊണ്ട് കമൻറ്റ് ചെയ്യിപ്പിക്കുന്നതും അവരോട് ഒന്നും മിണ്ടാതിരിക്കുന്നതും ഒരു മോശമായൊരു പ്രവണതയാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് പറയുന്നത്. എലിസബത്തിൻ്റെ വിഷയം, അത് എലിസബത്ത് അല്ലെങ്കിൽ ആ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവർക്കൊപ്പം നിൽക്കുന്ന എല്ലാ ആൾക്കാരും പോകുന്നത് കറക്റ്റ് പാത്തിലൂടെയാണ്. അത് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് തന്നെ പറയാം. ആ കറക്റ്റ് പാത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ എന്തുകൊണ്ട് എലിസബത്ത്, ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എലിസബത്ത് എവിടെ? സ്വാഭാവികമായിട്ട് എലിസബത്ത് പോലും വീഡിയോ ഇട്ടിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് അന്വേഷിക്കണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കണം എന്ന് എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഭയമൊക്കെ ആയിരിക്കാം പലരും എലിസബത്തിൻ്റെ വീഡിയോ വരുന്നില്ല, മൂപ്പൻ വീഡിയോ ഇടുന്നില്ല, ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയം മുങ്ങിപ്പോയോ, അത് എലിസബത്തിന് തന്നെ അപകടം പറ്റിയോ എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എലിസബത്ത് നാട്ടിലില്ല, അഥവാ എലിസബത്ത് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോ ഒക്കെ ആവാനാണ് സാധ്യത. മേ ബി ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് എല്ലാം അങ്ങോട്ട് പച്ചക്ക് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള പല പരിപാടികളും നടപടികളും ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ടും ഞാൻ അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. പക്ഷേ എലിസബത്ത് സേഫാണ് എന്നുള്ളത് 100% പറയാം. 100% എലിസബത്ത് സേഫാണ്. അത് എലിസബത്ത് ചിലപ്പോൾ എലിസബത്തോ അല്ലെങ്കിൽ എലിസബത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരോ അവരുടെ ആരെങ്കിലുമോ ചിലപ്പോൾ വന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വിഷയം വരുമായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളത്, ഞാൻ പറയുന്നില്ലേ, നമുക്കിപ്പം എല്ലാത്തിനും ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ്. എനിക്കിപ്പം ചില ആൾക്കാരെ വന്നിരുന്നിട്ട് ചാനൽ വന്ന് പറയുന്നില്ലേ, നമുക്കൊരു പരിമിതിയുണ്ട്. കാരണം അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല, കാര്യമായിട്ട് പറഞ്ഞതാണ്. അവരുടെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ പരിമിതിക്ക് ഒപ്പം നിന്നുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിനകത്ത് ഇന്നതാണ് നടക്കുന്നത്, ഇന്നതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത് ആധികാരികമായിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നും ഈ സമയത്ത് പറ്റത്തില്ല. അതുകൊണ്ട് അത് എല്ലാം അതിൻ്റെ പരിപാടികളിലേക്കാണ് നടക്കുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ
അണ്ണാവിടെ വീഡിയോ പാത്ത് ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ടായിരുന്നു വേറെ ആർക്കോ ജസ്റ്റിസ് കാരണം ഈ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറയുന്ന ഹാഷ്ടാഗുകളും ക്യാമ്പയിൻ പോലെ ആൾക്കാർ കമൻറ്റുകളൊക്കെ നിരന്തരം ഇട്ടുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതൊക്കെ നിന്നപ്പോൾ അണ്ണ കളിയാക്കിയതായിരിക്കണം. കളിയാക്കൽ ഇങ്ങനെയായിരുന്നു, ഒരു എന്തോ ഒരു സംഭവം, ജസ്റ്റിസ് ഫോർ സമ്മൺ, ഞാൻ ആ പേര് പറയുന്നില്ല, ഓക്കെ, ആ മറ്റൊരാളുടെ പേരും പറഞ്ഞിട്ട് ജസ്റ്റിസ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അണ്ണാച്ചി ഗ്രൗണ്ടിൽ കിടന്നങ്ങ് കളിക്കുകയാണ്. അപ്പോൾ കളിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഞാനൊരു കാര്യം എപ്പോഴും പറയാം, നീതിദേവതയുടെ കണ്ണ് അത് എന്താ പറയുക കെട്ടിയിരിക്കുകയാണ്. അതൊരു സാങ്കല്പികമായിട്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. അത് ആരുടെ മുഖം നോക്കിക്കൊണ്ട് നടപ്പിലാവാത്തതാണെന്നുള്ളത്. സോ നമുക്ക് നീതി കിട്ടുമെന്നുള്ള കാര്യം അതാണ് നമ്മുടെ പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയിലേക്ക് തന്നെ അവർ പോകും എന്നുള്ള കാര്യമാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കളിയാക്കുന്നവരും ഈ പരിഹസിക്കുന്നവരും ഈ കൂട്ടത്തോടെ ഇങ്ങനെ ആക്രമിച്ചവരും അവരെ തള്ളിപ്പറഞ്ഞവരും മോശം പറഞ്ഞവരും എല്ലാവർക്കും ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ ഒരു തിരിച്ചറിവോ ഒരു ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളായിട്ടായിരിക്കും ചിലപ്പോൾ എലിസബത്തിന് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ളത്. എന്ന് വരും, ഇപ്പം എലിസബത്ത് എന്ന് വരും, എലിസബത്തിൻ്റെ പ്രസൻസ് എന്നുണ്ടാവും, എലിസബത്ത് എന്ന് വീഡിയോ ഇടും, ഇതൊന്നും അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് പറയാൻ എലിസബത്തിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന അവരുടെ ആൾക്കാർക്കല്ലേ പറയാൻ പറ്റുള്ളൂ, നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എൻ്റെ ഒരു ഉറപ്പ് വെച്ചിട്ട് ഞാൻ കാര്യം പറയാം. നമ്മൾ സാധാരണ പല കാര്യങ്ങൾ കാണുന്നത് എലിസബത്ത് ഇപ്പം നിലവിൽ എലിസബത്ത് വീഡിയോ ഇടുന്നില്ല, എലിസബത്തിന് അപായവും ഇല്ല. അപ്പം നിങ്ങൾ ചിന്തിക്കണം എലിസബത്ത് ഇപ്പം എന്തായിരിക്കും കാര്യങ്ങളുടെ എന്തിൻ്റെ പുറകെ ആയിരിക്കും എന്നുള്ളത് ചിന്തിച്ചാൽ മതി. അവസാനം ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളുടെ അകത്ത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് രണ്ട് പക്ഷം എന്നാണ് ഞാൻ കാണുന്നത്. രണ്ട് പക്ഷം എന്ന് വെച്ചാൽ എന്താ, ഒരു ഓപ്പോസിഷൻ ഉണ്ട്, ഒരു അണ്ണാച്ചി എന്നുള്ളൊരു ഓപ്പോസിഷനും ഇപ്പുറത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും. അതിനകത്ത് ഞാൻ ഇന്നും പറയുന്ന പേരാണ് എലിസബത്ത്, അമൃത, പാപ്പു എന്നൊരു കുഞ്ഞു മോളാണ്. അതുപോലെ തന്നെ അമൃത, എലിസബത്ത് ഇവരൊരു സഹോദരി സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വശങ്ങൾ എന്നുള്ളത് എൻ്റെ വശം എന്ന് പറഞ്ഞാൽ ഒന്ന് അണ്ണാച്ചിയാൽ അഫക്റ്റഡ് ആയിട്ടുള്ള എത്ര പേരുണ്ടോ അത്രയും പേരുമാണ് എൻ്റെ രണ്ട് വശം. അതിനപ്പുറത്ത് ഇതിൻ്റെ ഈ വശത്ത് നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ എന്താ നിങ്ങളത് അഡ്രസ്സ് ചെയ്യാതെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിരുന്നു. അതായത് അവരോട് ഞാൻ പറഞ്ഞൊരു കാര്യം, കമൻറ്റ് ബോക്സിനും ഒക്കെ മറുപടി കൊടുത്ത കാര്യം, ഞാൻ അതിനെക്കുറിച്ച് മിണ്ടത്തില്ല. എന്നൊരു അക്ഷരം ഞാൻ അതിനെക്കുറിച്ച് മിണ്ടത്തില്ല. എൻ്റെ മാറ്റർ അതല്ല. വിഷയങ്ങളെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതിനോടും വിഷയങ്ങളെ മറ്റൊരു തരത്തിലേക്ക് അത് പോയി വേറൊരാളെ ഇങ്ങനെ കൈകൊട്ടിച്ചിരിക്കുക ഇപ്പം എന്തായി എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്കുള്ള അത് ഡീവിയേറ്റ് ചെയ്ത് വിടാനൊന്നും ഞാൻ ശ്രമിക്കാൻ താല്പര്യപ്പെടാത്തതുകൊണ്ടാണ് ആ വിഷയം എടുക്കാത്തത്. എന്തായിരുന്നാലും അതിനുശേഷം മറ്റൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് അതൊക്കെ ചിലപ്പോൾ പരിഹരിക്കപ്പെട്ടേക്കാം, നമുക്കറിയില്ലല്ലോ. കാരണം അവർ ചിലപ്പം പരിഹരിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ആവാം, നമുക്കറിയില്ല. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയണം. തെറ്റുകൾ പറ്റിയാൽ തിരുത്തുകയും ചെയ്യണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എന്നെ കാണുന്ന എന്നിൽ വിശ്വാസം അർപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, എലിസബത്ത് സേഫാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ അവരിപ്പോൾ മുതിരാത്തതിൻ്റെ കാരണം മറ്റെന്തെങ്കിലും ആകാം. കാരണം അത് ഭയം കൊണ്ടോ ഭീഷണി കൊണ്ടോ ആണോ അതോ ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെരി സൂൺ നിങ്ങൾ അറിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. ഓക്കെ, എൻ്റെ അറിവുകളാണ്, എൻ്റെ പരിമിതമായ എൻ്റെ കാരണം ഞാൻ ഇപ്പം എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കുന്നവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് നോക്കൂ, എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് ഇപ്പോഴും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു, ഞാൻ എന്തോ പറയാം, ഞാൻ കണ്ടിട്ടില്ലെന്ന് അടിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അവർ വിചാരിക്കും എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടും, ഞാൻ എന്താ മിണ്ടാത്തിരിക്കുന്നു, ഒരു ചോദ്യം വരും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അഡ്രസ്സ് ചെയ്ത് പോകണം. അതുകൊണ്ട് എന്താ പറയുക, അപ്പോൾ പറയുക. അപ്പോൾ ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഇപ്പം ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്ക് ഒരു കാര്യം മാത്രം നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുക, എലിസബത്ത് സേഫാണ്, എലിസബത്ത് റൈറ്റ് പാത്തിലാണ്. ആ ഒരു കാര്യങ്ങളെല്ലാം ചിലപ്പോൾ അധികം വൈകാതെ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയേക്കാം എന്നതിനപ്പുറമൊന്നും പറയാൻ എനിക്ക് നിർവാഹമില്ല. കാര്യങ്ങൾ വരട്ടെ, വ്യക്തമായി വരട്ടെ. വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ചെറിയൊരു രീതിയിലേക്കെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ട ഒരു വിഷയമാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അത് ആ സമയത്ത് ഓൺ ദ സ്പോട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. കാരണം ഞാനിപ്പം ചെയ്യുന്ന വീഡിയോസിൻ്റെ അകത്ത് പലതും പല തരത്തിലുള്ള കോൺട്രവേഴ്സിയൽ ഇഷ്യൂസും സബ്ജക്റ്റുകളൊക്കെ ആകുമ്പം എലിസബത്തിൻ്റെ വിഷയത്തിൽ യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ എൻ്റെ മറ്റ് പല അഭിപ്രായ പ്രകടനങ്ങൾ കാണുന്ന സമയത്ത് ഇയാളുടെ ഈ ഒരു അഭിപ്രായം എനിക്ക് ഇഷ്ടമല്ലല്ലോ, തുറന്ന് പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ, എനിക്ക് അവരോട് റെസ്പെക്റ്റ് മാത്രം. ആ ഒരു കാര്യത്തിന് എനിക്ക് ഇതല്ല. ചില വിഷയങ്ങളിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് അനുകൂലവും ചില വിഷയങ്ങളോട് നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള മനോഭാവം ഈ എലിസബത്ത് വിഷയത്തിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എൻ്റെ മറ്റ് വീഡിയോസ് കണ്ടിട്ട് തോന്നിയേക്കാം. ആ നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു, സീരിയസ്ലി ബഹുമാനിക്കുന്നു. നിങ്ങൾ
ഈ ഒരു വിഷയത്തിൽ അഥവാ എലിസബത്തിൻ്റെ വിഷയത്തിൻ്റെ അകത്ത് മാത്രം ഞാൻ പറയുന്നതിനകത്ത് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ മാത്രം അത് യോജിക്കുക. ബാക്കിയുള്ളതിനകത്ത് നിങ്ങളുടെ വിയോജിപ്പുകളെ ഞാൻ ബഹുമാന പുരസ്സരം സ്വീകരിക്കുന്നു. സീരിയസ്ലി അതിനകത്ത് ഞാനത് അങ്ങനെ തന്നെ കാണുള്ളൂ. ഒരിക്കലും എന്നെ വിമർശിക്കുന്നു അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ കണ്ടിട്ട് അയ്യോ ഇപ്പം ഇങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ടില്ല. പണ്ട് എനിക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം കുറേ കാലത്തിന് മുമ്പാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് പോയിട്ട് അവർ പറയുന്ന അതേ രീതിയിൽ ഞാൻ തിരിച്ച് മറുപടിയൊക്കെ അനാവശ്യമായിട്ടൊക്കെ പറയുമായിരുന്നു. അനാവശ്യം തന്നെയാണ്. കാരണം എനിക്കത് ഹേർട്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് അപ്പോൾ ട്രിഗർ ആകുമ്പോൾ കൊടുക്കുന്ന മറുപടികളായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാലം കൂടുന്തോറും മാറുകയില്ല. ഒത്തിരി ചേഞ്ചസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, നമ്മളെ അറിവുകൾ നമ്മൾ സമ്പാദിക്കുന്നു. വായനയിലൂടെയും മറ്റ് മനുഷ്യരുടെ അറിവുകൾ സമ്പാദിക്കുന്നു. അതനുസരിച്ച് നമ്മളെ ചിന്താഗതികൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നതിന് ഞാൻ വളരെ സഹിഷ്ണുതയോടുകൂടി നിങ്ങൾ നൽകുന്ന ആ ഒരു ക്രിറ്റിസിസം, കാരണം മറ്റ് വിഷയങ്ങളിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് വ്യക്തമാണ് ഈ വിഷയത്തിൽ ഈ പുള്ളി സംസാരിക്കുന്നതൊക്കെ, പക്ഷേ ഇത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, നിങ്ങൾ പറയുന്നതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതും കൂടെ ഇതിനകത്ത് പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ അതും കൂടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. അതുകൊണ്ട് ആ വിഷയങ്ങളിലെല്ലാം നിങ്ങളുടെ എന്താ പറയുക വിരുദ്ധമായിട്ടുള്ള എന്നോടുള്ള വിമർശനങ്ങൾ നിലനിൽക്കവെയും ഞാൻ പറയുന്നു, ഈ എലിസബത്ത് വിഷയം ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ആ വിഷയത്തിൻ്റെ അകത്ത് വ്യക്തമായ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ അധികം വൈകാതെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. എലിസബത്ത് സേഫാണ്. എലിസബത്ത് എങ്ങും ഒളിച്ചോടി പോവുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അത് വ്യക്തമായ പാത്തിലൂടെ ഈ കാര്യങ്ങൾ പോകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നോട് നിരന്തരം ചോദിക്കുന്നത്, ലാസ്റ്റ് വീഡിയോ പോലും നോക്കൂ, ഈ എൻ്റെ അവസാനത്തെ വീഡിയോ പോലും പോയി നോക്കി ആ കമൻറ്റ് ബോക്സിൽ കാണാം. അതിൻ്റെ പിന്നിലോട്ടുള്ള കമൻറ്റ് ബോക്സുകളിൽ പോയി നോക്കിയാലും അവിടെയും കാണാം. അപ്പോൾ നീ എലിസബത്തിനൊക്കെ വിട്ടല്ലടേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കലൊക്കെയാണ് കുറേ അധികം ആൾക്കാർ. അവർക്ക് ചിലപ്പോൾ ആൾക്കാർക്ക് നമ്മൾ വിഷയം വിടണം എന്നുള്ള കാരണം കൊണ്ടായിരിക്കാം ഭീഷണിപ്പെടുത്തി ഇതിൽ നിന്ന് പിന്മാറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പിന്മാറിപ്പോയതാണോ, ഇനി എലിസബത്ത് തെറ്റുകാരിയാണോ നടക്കുമുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നുമില്ല. ഞാൻ നിന്ന സ്റ്റാൻഡിൽ ഞാൻ അന്നും പറഞ്ഞു, ഒരടി പുറകോട്ടില്ല, ഒരു ഇഞ്ച് പുറകോട്ടില്ല. ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് നീതി ലഭിക്കുന്നത് വരെയും കൂടെ തന്നെ അവർക്കൊപ്പം ഉണ്ടാകും. ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം എല്ലാവർക്കും പോകും. ഇത്രയാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, പ്രേക്ഷകർക്ക്, എന്നെ വിമർശിച്ചവർക്ക്, എന്നെ കുറ്റപ്പെടുന്നവർക്കടക്കം ഈ കാര്യങ്ങളിൽ വ്യക്തത വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇനി ഞാൻ അതുപോലെ തന്നെ നമ്മുടെ മറ്റെന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുമ്പോൾ നിങ്ങൾ അറിയിക്കാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എൻ്റെ ഒരു വീഡിയോ, അതോ ഇനി വരുമ്പോൾ വരട്ടുന്നതാണ്? എന്താണ് നിങ്ങളുടെ ഈ അഭിപ്രായം കൂടെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.